കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയും ഘനത്തോടെ കൂടെ സാവധാനത്തെയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന്. പ്രിയ ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, സകലർക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. രാജാക്കന്മാർക്ക് വേണ്ടിയും ഭരിക്കുന്നവർക്ക് വേണ്ടിയും അതേപോലെ മന്ത്രിമാർക്ക് വേണ്ടിയും അതേപോലെ സുവിശേഷം പറയുന്നവർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, യാചകർക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക്, അങ്ങനെ സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥനയും സ്തോത്രയാഗങ്ങളും ഡെയിലി നാം ദൈവസന്നിധിയിൽ കൊടുക്കണം എന്നാണ്. നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം ഇന്നത്തെ പ്രാർത്ഥനാ വിശേഷങ്ങൾ നോക്കിയാൽ നമ്മുടെ ആവശ്യങ്ങളാണ് നാം ഏറെ പേരും നാം പറയുന്നത്. ചർച്ചിൽ പോയിരുന്നാലും ഒരാൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും നാം തന്നെ അടുത്ത വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയാലും അധികമായിട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഉരുവിടുന്നത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അത്യാവശ്യങ്ങളുമാണ്. പക്ഷേ അതല്ല ഇവിടെ അപ്പോസ്തലൻ നമ്മൾ പഠിപ്പിക്കുന്നത്. നാം അടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതവുമാണ്, ദൈവ ഇഷ്ടവുമാണ്. അപ്പോൾ നാം അടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അതിൽ കൂടെ ചേർന്ന് വരും. നാം പെടുന്നത് പോലെ കഷ്ടപ്പാടുകൾ പോലെ അല്ല, അടുത്തവർ അതിനേക്കാൾ ഏറെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അടുത്തവരുടെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൂടെ തന്നെ നമ്മുടെ അഭയാചനകളും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുകയാണ്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്നു മുതൽ നമുക്ക് സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഈ ലോക യാത്രയിൽ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നവരായിട്ടല്ല, സകല ജനത്തിനു വേണ്ടിയും, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, വേദനപ്പെടുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കർത്താവെ കഷ്ടത്തിലിരിക്കുന്ന നഷ്ടത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന വരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവെ ഏത് സബ്ജക്റ്റിനായി ഞങ്ങൾ പ്രാർത്ഥിക്കണമോ ആ പ്രാർത്ഥനയുടെ ചിന്തകൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.